സംസ്ഥാനത്തിന് എവിടെയും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം. സ്ഥിരം മേൽവിലാസം ഉള്ള സ്ഥലത്ത് മാത്രമേ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനാകൂ എന്ന ചട്ടത്തിൽ മാറ്റം. സംസ്ഥാനത്ത് എവിടെയെങ്കിലും മേൽവിലാസം ഉണ്ടെങ്കിൽ ഏത് RTO ഓഫീസിന് കീഴിലും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ഉത്തരവിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ഇനി എല്ലാവർക്കും KL01 വേണോ, അങ്ങനെ ഒരു തിരക്കുണ്ടാവുമോ എന്നറിയില്ല. എങ്ങനെയാണത് പെട്ടെന്ന് പ്രാവർത്തികമാക്കുന്നത് കാര്യങ്ങൾ? ദിവിഷ്, സാധാരണഗതിയിൽ സ്വന്തം അഡ്രസ്സ് ഉള്ളിടത്ത് മാത്രമേ വാഹനം രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇനി ഏതായാലും ആ നിയമത്തിൽ ഭേദഗതി വരുന്നതോടുകൂടി ഏത് RTO ഓഫീസിന് കീഴിലും, KL01 ആണെങ്കിൽ അങ്ങനെ, 2 ആണെങ്കിൽ അങ്ങനെ, ഏത് RTO ഓഫീസിന് കീഴിലും വാഹനം രജിസ്റ്റർ ചെയ്യാം. സാധാരണഗതിയിൽ ഇപ്പോൾ ദിവിഷേട്ടൻ തൃശ്ശൂർക്കാരനാണ്, ചേലക്കരയാണ്. അവിടുത്തെ അഡ്രസ്സിൽ ആ രജിസ്ട്രേഷൻ കോഡിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷേ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്താണ്, കൂടുതൽ വാഹനം ഓടിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള വാഹനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുണ്ടെങ്കിലും നിറവേറ്റാൻ പെട്ടെന്ന് കഴിയുക തിരുവനന്തപുരത്ത് ആണ് എന്നിരിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥിതി വെച്ചിട്ട് വാഹനം രജിസ്റ്റർ ചെയ്ത അതേ RTO ഓഫീസിൽ തന്നെ പോകേണ്ടതുണ്ട്. ഈ ഒരു നിയമം ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അത് വന്നു കഴിഞ്ഞു. ഇനി ഏതായാലും ആ തരത്തിൽ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. അതേതായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉള്ള കാര്യമാണ്. പക്ഷേ ഈ RTO ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത്തരം ചില പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് പലരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കണ്ണൂരിൽ നിന്നുള്ള ഒരാൾക്ക് വാഹനം തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ആ വാഹനം കൂടുതലും കണ്ണൂരാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഏതെങ്കിലും തരത്തിൽ RTO ഓഫീസിന് വാഹനത്തിന് ടാക്സ് മുടങ്ങുകയോ മറ്റ് നടപടികളോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ വാഹനം രജിസ്റ്റർ ചെയ്ത ആ സ്ഥലത്ത് RTO ഉദ്യോഗസ്ഥരായിരിക്കും അതിന് ബാധ്യസ്ഥരായി ഉണ്ടാവുക. അത്തരത്തിലുള്ള ചില പ്രായോഗികമായ അങ്ങനെ ഒരു പ്രായോഗിക പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് KL01, KL07 അല്ലെ, KL7 എറണാകുളത്തിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ എല്ലാവർക്കും ഭയങ്കര ഒരു അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് ഒരു തിരക്ക് കൂടുക, മറ്റു കുറേ നമ്പറുകളിൽ വലിയ തിരക്കില്ലാതെ അങ്ങനെ വരില്ലേ? അതൊരു ട്രാഫിക് പ്രശ്നം ആയി വരുമോ? അങ്ങനെ ചില പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടുകൾ കൂടി ഇതിനുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഇപ്പോൾ KL01 താല്പര്യപ്പെട്ട് ഈ തിരുവനന്തപുരത്ത് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് എങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് ആ കാര്യങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് ഒരു അടിയന്തര യോഗം ഇതുമായി ഇങ്ങനൊരു കാര്യമുണ്ടല്ലോ, ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു അഡ്രസ് ഉള്ള ഇടത്തല്ലേ ഈ രജിസ്ട്രേഷൻ സാധ്യമാവുക. അതിപ്പോൾ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഹാജരാക്കേണ്ടി വരില്ലേ? ഇല്ല. ഇപ്പോൾ മാധുചേച്ചിയെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്താണ് വീട്. ആ കോട്ടയത്ത് മാത്രമേ നേരത്തെ രജിസ്റ്റർ ചെയ്യാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് എവിടെ വേണമെങ്കിലും കോട്ടയത്ത് ആണ് ഒരു അഡ്രസ്സ് ഉണ്ട് എങ്കിൽ കേരളത്തിൽ ഏത് RTO ഓഫീസുകൾക്ക് കീഴിലും വാഹനം രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്.